യോഗ ഗുരു ബാബ രാംദേവിന്റെ നിയന്ത്രണത്തിലുള്ള FMCG ബ്രാൻഡായ പതഞ്ജലിയുടെ ദിവ്യമഞ്ജൻ എന്ന ഉൽപ്പന്നത്തിൽ വെജിറ്റേറിയൻ എന്ന് ലേബൽ ചെയ്തിട്ടും നോൺ വെജിറ്റേറിയൻ ചേരുവകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ആരോപിച്ച് അഭിഭാഷകനായ യതിൻ ശർമ്മ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകി. പതഞ്ജലി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മതവികാരം വ്രണപ്പെടുത്തുകയും ഉപഭോക്താക്കളെ കബളിപ്പിക്കുകയും ചെയ്യുന്നതിന് കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നും യതിൻ ശർമ്മ ആവശ്യപ്പെടുന്നു. അതേസമയം പതഞ്ജലി പറയുന്നതനുസരിച്ച് പച്ചമരുന്നുകൾ, വേപ്പ്, മഞ്ഞൾ, ഗ്രാമ്പൂ തുടങ്ങിയ ആയുർവേദ ചേരുവകൾ, എണ്ണ എന്നിവയടങ്ങിയ പ്രകൃതിദത്ത ടൂത്ത് പേസ്റ്റാണ് ദന്തകാന്തി എന്നാണ്. 2023 ജൂലൈയിൽ ഇതുമായി ബന്ധപ്പെട്ട യതിൻ ശർമ്മ ആയുഷ് മന്ത്രാലയത്തിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ലേബലിംഗ് നിയമങ്ങൾക്ക് കീഴിൽ ഉൽപ്പന്നങ്ങളിൽ നോൺ വെജിറ്റേറിയൻ ചേരുവകൾ സൂചിപ്പിക്കാൻ വ്യവസ്ഥകളില്ലെന്നാണ് മറുപടി ലഭിച്ചത്. ആയുർവേദം, സിദ്ധ, യുനാനി ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് മരുന്നുകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ തരംതിരിക്കാനുള്ള മാനദണ്ഡം നിർണ്ണയിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. അതേസമയം കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആയുഷ് മന്ത്രാലയത്തിന്റെ നടപടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദില്ലി ഹൈക്കോടതി ബെഞ്ച് യതിൻ ശർമ്മയുടെ ഹർജി തീർപ്പാക്കി. ഔഷധ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിലായി തരംതിരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ശുപാർശകൾ നൽകാനും 10 ആഴ്ചയ്ക്കുള്ളിൽ ശുപാർശകൾ സമർപ്പിക്കാനും കേന്ദ്ര ആയുഷ് മന്ത്രാലയം രൂപീകരിച്ച സമിതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പതഞ്ജലിയുടെ നെയ്യ് ഉൾപ്പെടെയുള്ള ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമായല്ല. 2022 ഉത്തരാഖണ്ഡ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ പതഞ്ജലിയുടെ ശുദ്ധമായ പശു നെയ്യ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും മായം കലർന്നതും ആരോഗ്യത്തിന് ഹാനികരവുമാണെന്ന് കണ്ടെത്തിയിരുന്നു. പതഞ്ജലി വിൽക്കുന്ന കടുകെണ്ണ ഗുണനിലവാരമില്ലാത്തതാണെന്ന് 2021 കണ്ടെത്തി. 2020 ഒരു പഠനമനുസരിച്ച് പഞ്ചസാര സിറപ്പിൽ മായം ചേർത്ത് തേൻ വിൽക്കുന്ന 13 ബ്രാൻഡുകളിൽ പതഞ്ജലിയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആധുനിക മെഡിക്കൽ സംവിധാനങ്ങളെ അവഹേളിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ അവകാശവാദങ്ങളും പരസ്യങ്ങളും പ്രസിദ്ധീകരിക്കരുതെന്ന് അടുത്തിടെ സുപ്രീം കോടതി പതഞ്ജലി ആയുർവേദിനോട് നിർദ്ദേശിച്ചതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേക രോഗങ്ങൾ ഭേദമാക്കാൻ കഴിയുമെന്ന തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതിന് ഓരോ ഉൽപ്പന്നത്തിനും 1 കോടി രൂപ പിഴ ചുമത്തുമെന്ന് കോടതി മുന്നറിയിപ്പും നൽകിയിരുന്നു.